റഷ്യ ഉക്രൈൻ വിഷയത്തിൽ പാരീസുമായും മറ്റ് സഖ്യകക്ഷികളുമായും ഇപ്പോൾ ചർച്ചകൾ നടത്തിവരികയാണെന്നും ഫ്രഞ്ച് സൈനിക ഇൻസ്ട്രക്ടർമാർ ഉടൻ രാജ്യത്ത് എത്തുമെന്നുമുള്ള പ്രഖ്യാപനം ഉക്രൈൻ പിൻവലിച്ചു. യുദ്ധത്തിൽ തകർന്ന രാജ്യത്ത് ആദ്യത്തെ ഫ്രഞ്ച് സൈനിക ഇൻസ്ട്രക്ടർമാർ ഉടൻ എത്തുമെന്ന് സൈനിക മേധാവി അലക്സാണ്ടർ സിർസ്കി പറഞ്ഞതിന് പിന്നാലെയാണ് കൈവ് പ്രതിരോധ മന്ത്രാലയം വ്യക്തത നൽകിയത്. ഇപ്പോൾ ഞങ്ങൾ ഫ്രാൻസുമായും മറ്റ് രാജ്യങ്ങളുമായും ഇത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണ് എന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രസക്തമായ തീരുമാനം എടുക്കുന്നതിനിടയിൽ ബ്യൂറോക്രാറ്റിക് പ്രശ്നങ്ങൾ പോലെയുള്ള വിഷയത്തിൽ സമയം പാഴാക്കാതിരിക്കാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ രേഖകളിൽ ആന്തരിക പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ഫ്രഞ്ച് ഇൻസ്ട്രക്ടർമാർക്ക് ഞങ്ങളുടെ പരിശീലന കേന്ദ്രങ്ങൾ ഉടൻ സന്ദർശിക്കാനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഉദ്യോഗസ്ഥരെയും പരിചയപ്പെടാനും അനുവദിക്കുന്ന രേഖകളിൽ താൻ ഒപ്പുവെച്ചതായി മിസ്റ്റർ സിർസ്കി നേരത്തെ പറഞ്ഞു. അദ്ദേഹം പ്രതിരോധ മന്ത്രി റെസ്റ്റം ഉമേരോവും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണുവുമായി നടത്തിയ വീഡിയോ കോളിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പ്രശ്നം പഠിച്ചു വരികയാണെന്നും എന്നാൽ ഫ്രഞ്ച് സൈനിക ഇൻസ്ട്രക്ടർമാരെ അയക്കുന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഫ്രാൻസിന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഫെബ്രുവരി 26 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വിളിച്ചു ചേർത്ത ഉക്രൈനിനുള്ള പിന്തുണയെക്കുറിച്ചുള്ള കോൺഫറൻസിന് ശേഷം ചർച്ച ചെയ്ത പദ്ധതികളിലൊന്നാണ് ഉക്രൈനിയൻ മണ്ണിലെ പരിശീലനമെന്നും ഈ അവസരത്തിൽ ചർച്ച ചെയ്ത എല്ലാ പ്രൊജക്ടുകളെയും പോലെ ഇത് ഉക്രൈനിയക്കാരുമായുള്ള പ്രവർത്തനത്തിന്റെ വിഷയങ്ങളായി തുടരുന്നുവെന്നും പ്രത്യേകിച്ചും അവരുടെ കൃത്യമായ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നു. ഉക്രൈനിയൻ സേനയെ സഹായിക്കുകയോ പരിശീലിപ്പിക്കുകയോ ചെയ്യുന്ന സൈനിക ഉദ്യോഗസ്ഥർ ഫ്രാൻസിൽ ഔദ്യോഗികമായി നിലവിലില്ല. ഉക്രൈനിലേക്ക് പാശ്ചാത്യ സൈനിക വിന്യാസത്തെക്കുറിച്ച് മാക്രോൺ ആവർത്തിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് മോസ്കോ രോക്ഷത്തോടെയും ഫ്രാൻസിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികൾ അസ്വസ്ഥതയോടുമാണ് നേരിട്ടിട്ടുള്ളത്. യുക്രൈനിൽ റഷ്യൻ സൈന്യം മുന്നേറ്റം തുടരവെ വരും ദിവസങ്ങളിലെ വിദേശയാത്രകളെല്ലാം പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റദ്ദാക്കിയിരുന്നു. വടക്കുകിഴക്കുള്ള ഹർക്കീവ് മേഖലയിൽ കഴിഞ്ഞയാഴ്ച മുതൽ റഷ്യൻ സൈന്യം മുന്നേറുകയാണ്. 8,000-ഓളം നാട്ടുകാർ ഇവിടം വിട്ടുപോയി. പിടിച്ചു നിൽക്കാനാകാതെ പല ഗ്രാമങ്ങളിൽ നിന്നും യുക്രൈൻ സൈന്യത്തെ പിൻവലിച്ചു. കരയുദ്ധം രൂക്ഷമായ ലുക്കാൻസി, വൊവ്ചാൻസ്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് സൈനികരെ പിൻവലിച്ചത്. സൈനികരുടെ എണ്ണക്കുറവും കിഴക്ക് ഡൊണറ്റ്സ്കിൽ റഷ്യ ഈയിടെ ഉണ്ടാക്കിയ നേട്ടവും യുക്രൈൻ നേരിടുന്ന പ്രതിസന്ധിയാണ്. വടക്ക് ചെർണിഹിവ്, സുമി മേഖലകളിലും കനത്ത ആക്രമണം നടക്കുന്നുണ്ട്. അതിനിടെ യുക്രൈൻ അയച്ച മിസൈലുകൾ കരിങ്കടലിനു മുകളിലും സെവസ്തപോളിലെ ബെൽബക് വ്യോമതാവളത്തിനടുത്തുമായി റഷ്യ വെടിവെച്ചിട്ടു. തകർന്ന മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിൽ പതിച്ചെങ്കിലും ആൾനാശമില്ലെന്ന് സെവസ്തപോൾ ഗവർണർ മിഖായിൽ റാസ്ഫോഷേവ് പറഞ്ഞിരുന്നു. യുക്രൈനുമായുള്ള യുദ്ധം നിർത്തിവെക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറായതായി റിപ്പോർട്ട് വന്നിരുന്നു. നിലവിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടും പോരാട്ടം നടക്കുന്ന മേഖലകളിൽ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ടുമുള്ള വെടിനിർത്തലിനാണ് പുടിൻ തയ്യാറാകുന്നതെന്ന് റഷ്യൻ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിർദ്ദേശത്തോടെ യുക്രൈനും പാശ്ചാത്യ ശക്തികളും അനുകൂലമായി പ്രതികരിക്കുന്നില്ലെങ്കിൽ യുദ്ധം തുടരാനും പുടിൻ തയ്യാറാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സമാധാന ചർച്ചകളെ പാശ്ചാത്യ ശക്തികൾ വഴി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിലും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ചർച്ചയില്ലെന്ന് പ്രഖ്യാപിച്ചതിലും പുടിൻ അമർഷം രേഖപ്പെടുത്തിയതായി റഷ്യൻ കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നു. എത്ര നാളെടുത്താലും യുദ്ധം തുടരാൻ പുടിനാകും. എങ്കിലും വെടിനിർത്തലിനും യുദ്ധം മരവിപ്പിക്കാനും അദ്ദേഹം തയ്യാറാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.